ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാനൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ കാണിച്ച് വെറുപ്പിക്കാമെന്ന് വിചാരിക്കരുത്. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള കാരണം എന്ന് പറഞ്ഞ കാര്യമാണ് പിന്നെ എടുത്തിടുന്നത്. അപ്പോൾ ഇത് സാധാരണ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇത് എന്താ പറയുക, ലായിക്കിനും മിസ്രാക്കൊക്കെ സ്കൂളിലൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അതുപോലെ പിറ്റേ ദിവസവും രണ്ടാൾക്കും വർക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ബുധനാഴ്ച എടുത്തതാണ്. ഒരു വൈകിട്ട് 4 മണി മുതൽ രാത്രി കിടക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും നല്ല ഡീപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ലൈക്കിന് വർക്കുണ്ട്, ഇസ്രാക്ക് സ്കൂളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ 2 റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒന്നൊരു സ്നാക്ക് റെസിപ്പിയാണ്, നമ്മളെ സ്കൂളിലേക്കൊക്കെ സ്നാക്കായിട്ട് കൊടുത്ത് വിടാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ്. ഒന്ന് പിന്നെ ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും ഒക്കെ അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ എടുത്ത കോലം കണ്ടില്ല, നന്നായിട്ട് ഫ്രീസ് ചെയ്യിക്കാൻ ചിക്കൻ ഇരുന്ന് അത് കുറച്ച് എണ്ണ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് നന്നായി മുടി വെച്ചിട്ട് ഒന്ന് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വിട്ട് വരും. പിന്നെ ഓവനോ അല്ലെങ്കിൽ എയർ ഫയറൊക്കെ ഉണ്ടെങ്കിൽ ഡീഫ്രോസ്റ്റ് ഒക്കെ ചെയ്യുക. ഞാൻ നിന്നിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ പാനിലിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മൊരിച്ചിട്ട് എടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സാൻഡ്വിച്ചൊക്കെ തിന്നുമ്പോൾ നല്ല സോഫ്റ്റ് ചിക്കൻ ആകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഒരു ബ്രെഡ് വെച്ചിട്ട് ക്രീം ചീസോ മയോണൈസോ അങ്ങനെ ഗാർലിക് സോസോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക, വെജീസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ വെച്ചിട്ടില്ല. എന്നിട്ട് മേലെ ചീസ് അതുപോലെ ഒറിഗാനോ അല്ലെങ്കിൽ പിസ്സ സീസണിങ് ഒക്കെ ഇട്ട് നല്ലൊരു ഫ്ലേവർ കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ എന്തായാലും കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാനും കഴിച്ചു നോക്കി. അപ്പോൾ ഇത് എൻ്റെ ഒരു ട്രയലാണ്, നാളെ സ്നാക്ക് കൊടുത്തേക്കാളൊരു ട്രയൽ നടത്തി നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്, രണ്ടാൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ട്രയൽ നടത്തി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതുപോലെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുവേ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. ഇപ്പോൾ ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ രാത്രി മോസ്റ്റ്ലി ഞങ്ങൾ 2 ദിവസം ചോറ് കഴിക്കുകയാണെങ്കിൽ ബാക്കി ദിവസം ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ എന്തെങ്കിലും ആണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്കൊരു സിമ്പിൾ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. റോസ്റ്റ് ഗ്രേവി അങ്ങനെയൊക്കെ ആക്കാം നമുക്ക്. അപ്പോൾ ആദ്യം കുറച്ച് ചെമ്മീൻ നന്നായി കഴുകിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഒരു മസാല തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു മധുരം ഉണ്ടാകും. കുറച്ച് സവാള നമ്മൾ കൂട്ടിയിട്ടുണ്ട്, ചെറിയൊരു മധുരം എരിവ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ്, എനിക്ക് നല്ല പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമുള്ള കറിയാണ്. ഇനിയിപ്പോൾ ലായിക്കിനും ഞാൻ കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുന്നൊരു കറിയായിരുന്നു. അപ്പോൾ ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നാളെ ലായക്കാക്ക് ഓഫീസുണ്ട്, ഇസ്രാക്ക് സ്കൂളുണ്ട്. അപ്പോൾ രാവിലെ എന്താ പറയുക, എത്ര നേരത്തെ എണീച്ചാലും സമയമില്ലാത്ത പോലെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും രാത്രി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കിടക്കുക. എല്ലാതും എന്താ പറയുക, ഇങ്ങനെ കയ്യെത്തും ദൂരത്തും എന്ന് പറയില്ല, അതേപോലെ അറേഞ്ച് ചെയ്തിട്ടാണ് കിടക്കുക. പിന്നെ ഈ ഷെൽഫ് കണ്ടത് ജസ്റ്റ് ഞാൻ ഇസ്രാൻ്റെ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്, സോക്സും അതുപോലെ ടവലും പിന്നെ ബുക്സും കളേഴ്സൊക്കെ. അപ്പോൾ അത് തുറന്നപ്പോൾ അതിൻ്റെ കോലാണ് കാണുന്നത്, ആകെ വലിച്ചു വരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഈ ബെഡ് ഇത് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, മക്കളല്ലേ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ അവരെ കളിയാണിത്, രണ്ടാളും നല്ല കഷ്ടപ്പെടുന്നുണ്ട്. ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 2 പേരും താഴെ കൊണ്ടുപോയി സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടിക്കണമെന്ന്. പക്ഷേ സൈക്കിൾ നോക്കുമ്പോൾ അത് ലായിക്കാൻ്റെ കാറിൻ്റെ ഡിക്കിൽ ഇട്ടിട്ട് പോയി. അന്ന് പാർക്കിൽ പോയതിന് ശേഷം അത് പുറത്തെടുത്തിട്ടില്ല, അപ്പോൾ അത് മറന്ന്. അപ്പോൾ ലായിക്കാൻ ഇത് എത്തിയിട്ടുമില്ല. അപ്പോൾ ചെമ്മീൻ കറി ബാക്കി നോക്കിയാൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് ഡയറക്റ്റ് ആ ചെമ്മീൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് ഈ വെള്ളത്തിൽ കിടന്ന് വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൽ കിടന്നിട്ട് നമ്മൾ വേവാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് വെള്ളം അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് വെക്കാം. അപ്പോൾ വെള്ളം ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഞാനൊരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് മുന്നിൽ നിൽക്കണം, ചെറിയൊരു മധുരം വരുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ, മീൻസ് ആ കറി ആവുള്ളൂ. അപ്പോൾ സവാള ഇട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വയറ്റി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, പേസ്റ്റിനെക്കാട്ടിയും ഒന്നും കൂടി ടേസ്റ്റ് ഇതുപോലെ ചതച്ചെടുക്കുന്നതിനാണ്. അപ്പോൾ അതും ചേർത്ത് പിന്നെ കുറച്ചും കൂടി മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. ഞാൻ എൻ്റെ അടുത്തൊരു ഫ്രോസൺ ഉള്ള കാരണം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം. അപ്പോൾ സവാള ഒന്നും ഫുള്ളായിട്ട് അങ്ങോട്ട് വയന്നില്ലാണ്ടാവുന്നില്ല, ജസ്റ്റ് കടിക്കാനുള്ള ഒരു തരം സവാള അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ കറിയുടെ ഒരു രൂപം. എന്നിട്ട് അടച്ചു വെച്ച് നന്നായി തിളപ്പിച്ച് എണ്ണൊക്കെ മേലെ ഇങ്ങനെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കറി റെഡി ആക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചെറിയൊരു മധുരവും എരിവും ഒക്കെ വരുന്ന ചെമ്മീൻ്റെ ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു അടിപൊളി കറിയാണ്. അങ്ങനെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ പണി കഴിയും. വീട്ടിൽ കാണുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അങ്ങനെ കിച്ചണൊക്കെ വേഗം ഒതുക്കി മഗ്‌രിബിനെ നേരെ അയക്കണം. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇസ്രാനെ പഠിപ്പിക്കാനിരിക്കണം. ഇന്ന് സ്കൂളിൽ വിട്ട് വന്നിട്ട് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വേറെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ ഇരുന്ന് അപ്പോൾ രാത്രി പഠിപ്പിക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്ഷമാമുണ്ട്, നല്ല പഴുത്തതാട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിലിരുന്ന് ചിലപ്പോൾ കേട് വരും. അപ്പോൾ മക്കൾക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തു നോക്കുന്നത്. ക്ഷമാമ അങ്ങനെ തിന്നണതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് കഴിക്കുകയാണെങ്കിൽ നാളെ ലഞ്ച് ബോക്സിന് ഇത് തന്നെ ആയിരിക്കും ഫ്രൂട്ട്സ് ആയിട്ട്. അപ്പോൾ അതൊന്ന് ട്രയൽ നോക്കിയതാണ്, പക്ഷേ അത് വിജയിച്ചില്ല കേട്ടോ. ക്ഷമാമ 1-2 തിന്നുള്ളൂ. പക്ഷേ മോന് കഴിച്ച് നല്ല ബബ്ലിക്കത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മോന് കഴിച്ച്. ഇസ്ര കഴിക്കാൻ കുറച്ച് മടി കാണിച്ച്. അങ്ങനെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബുക്കൊക്കെ എടുത്തിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്ടിവിറ്റീസാണ് കൊടുത്തിട്ടുള്ളത്, അതുവഴിയാണ് ഇവർ പഠിക്കുന്നത്. ബുക്ക് ചെയ്താൽ ഡയറക്റ്റ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്യല്ല, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആക്ടിവിറ്റീസ് തരും, ബാക്കി നമ്മളിവിടെ വീട്ടിൽ വന്നിട്ട് ചെയ്യിക്കണം. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നെടുത്തത് പഠിച്ചിട്ടാണ് അവർ സ്കൂളിൽ നിന്ന് വന്നിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറച്ച് നേരമല്ലേ ഉള്ളൂ. ജസ്റ്റ് സ്മാർട്ട് ക്ലാസ്സിൽ വീഡിയോസ് കാണാൻ, ബാക്കി വീട്ടിൽ വന്നിട്ടാണ് ബാക്കി നമ്മൾ ഇരുന്നിട്ട് വേണം പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഈ ജോലിക്ക് പോകണ അമ്മമാരൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുന്നത്? വല്ല ട്യൂഷന് പറഞ്ഞേക്കാണ്ട് വേറെ മാർഗ്ഗമില്ല. അത്രയ്ക്ക് നേരം നമ്മൾക്ക് സ്പെൻഡ് ചെയ്യണം, നല്ലോണം തലക്ക് കയറുള്ളൂ. അങ്ങനെ ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ്. അപ്പോൾ രണ്ടുപേരും എന്നെ ആത്മാർത്ഥമായിട്ടൊന്ന് സഹായിച്ചതാണ്, പക്ഷെ പൊന്തിയില്ല. അങ്ങനെ ഒരു 7:30 സമയമായപ്പോൾ ലായ്ക്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ ലായ്ക്ക എനിക്കുള്ള ചപ്പാത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ചപ്പാത്തി ഞാനിവിടെ ഉണ്ടാക്കാറില്ല, ഇങ്ങനെ റെഡിമെയ്ഡ് കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് ചുടാറാണ്. നല്ല ചപ്പാത്തി തന്നെ കിട്ടുന്നുണ്ട്, അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് റൂമിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോൾ ചപ്പാത്തിയും കൂടി ചുട്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനായി. അപ്പോൾ ഇസ്ര വേഗം അവളുടെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അവളെടുത്ത് വെച്ചാലും ലാസ്റ്റ് എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, നല്ലൊരു സമാധാനമാവുള്ളൂ. അപ്പോൾ വേഗം ചപ്പാത്തിയും പിന്നെ സലാഡിനുള്ള കുറച്ച് പച്ചക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വേഗം തീർക്കുകയാണ്. പിന്നെ മിക്ക ദിവസം ഇതുപോലെ ഞങ്ങൾ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ദിവസമൊക്കെ ലായ്ക്കാൻ്റെ അനിയനെ വിളിക്കാറുണ്ട്. അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാൻ വരും. അപ്പോൾ ഇന്ന് അവൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഫുള്ളായിട്ട് അങ്ങോട്ട് ചൂടാൻ നിന്നിട്ടില്ല. ആ ഒരു ഗ്യാപ്പിൽ ഇസ്രാക്കുള്ള ഇബക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. കാരണം നേരത്തെ പിടിച്ച് ഉറക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ അവർ ഒരു വഴിക്കായി ഉണ്ടാവും. നാളെ രാവിലെ എണീച്ച് പോകാനുള്ളതല്ലേ. അപ്പോൾ രണ്ടുപേര് പിടിച്ചിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇസ്രാക്ക് പൊതുവെ മീൻ വലിയ താല്പര്യമില്ല, കഴിക്കൂല. നമ്മൾ വല്ല കുത്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളതും കൂടി തുപ്പിക്കളയും. അത്രയ്ക്ക് മീൻ കഴിക്കൂല. ഐബക്ക് പിന്നെയും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടതൊക്കെ കഴിച്ചോളും. എന്നാലും വെള്ള കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്, നല്ലൊരു സലാഡ് റെഡി ആയിട്ടുണ്ട്, കറി ഓൾറെഡി റെഡി ആയിക്കണല്ലോ. എങ്ങനെയുണ്ട്? ഇഷ്ടായില്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പിയുടെ നല്ല ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂ എല്ലാവരും കേട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്, വീഡിയോയിൽ കണ്ട പോലെ വളരെ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ലേ, ഐലൻഡിൽ പോയ ആ വ്ളോഗിൽ പറയുന്നുണ്ട് മക്കൾക്ക് എനിക്കൊന്നും തീരെ വയ്യ, ഡോക്ടർ അടുത്ത് പോയിട്ടാണ് വന്നത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. ഒരു ബോക്സ് നിറയെ മെഡിസിൻ ഉണ്ട്. അപ്പോൾ ബോക്സ് നിറയെ മെഡിസിൻ കണ്ട് പേടിക്കണ്ട, അതിൽ ഇസ്രാക്കും ഐബക്കിനൊക്കെ ഒരേപോലത്തെ മരുന്നാണ്. അതാണ് ഒരുപാടായിട്ട് തോന്നുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഈ നാട്ടിലത്തെ മരുന്നും ഇവിടുത്തെ മരുന്നും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ഇവിടുത്തെ മരുന്ന് തന്നെയാണ്. പെട്ടെന്ന് അസുഖം മാറുന്നുണ്ട്, പക്ഷെ നാട്ടിലത്തെ മരുന്നിൻ്റെ അത്ര ഈ ചവർപ്പ് കാര്യമൊന്നുമില്ല. മക്കൾക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള മരുന്ന് തന്നെയാണ്, പെട്ടെന്ന് അസുഖം മാറുന്നുണ്ട് കേട്ടോ. പിന്നെ മരുന്നിൻ്റെ കൂടെ കിട്ടുന്ന ഈ ആപ്ലിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫില്ലർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്, ഉപയോഗിക്കാനും നല്ല സുഖമുള്ള സാധനങ്ങൾ കിട്ടുക. പിന്നെ അറിയാലോ ഇവിടുത്തെ മെഡിസിൻസൊക്കെ ഇങ്ങനത്തെ സിറപ്പും കാര്യങ്ങളൊക്കെ വരിക നല്ല ഗ്ലാസ് ബോട്ടിലാണ് വരിക. അപ്പോൾ നല്ലപോലെ നോക്കിയിട്ടില്ലെങ്കിൽ നിലത്ത് വീണ് പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്.
എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജാണത്. രണ്ടുപേരും ഒരുമിച്ച് ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോകാറില്ല, അതെനിക്ക് നല്ല പണി കിട്ടും. അപ്പോൾ ഒരാളെ കൊണ്ടുപോയി ബ്രഷ് ചെയ്ത് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് അടുത്ത ആളെ ഞാൻ കൊണ്ടുപോകല്. അപ്പോൾ രണ്ടാളെയും കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കിച്ചണൊക്കെ അങ്ങനെ കിടക്കുകയാണ്. ഇവരെ കിടത്തിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് നോക്കാൻ. കിച്ചണും കാലൊക്കെ വൃത്തിയാക്കിയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇവർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക അത്രയും നേരം ഉറങ്ങാണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇവരെ പണി അവിടെ കഴിച്ചിട്ടിട്ടാണ് കിച്ചണിലേക്ക് പോകാറുള്ളൂ. എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്യാറ്, പ്രത്യേകിച്ച് ഇങ്ങനെ സ്കൂളിലെ ദിവസങ്ങളിൽ. അപ്പോൾ അതാ അവരെ കിടത്തിയിട്ടുണ്ട്, ലൈക്കാനെയും അവരെ കൂടെ കിടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ പിന്നാലെ എണീച്ച് വരും. അപ്പോൾ രാത്രി എത്ര ലേറ്റ് ആയാലും കിച്ചൺ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കാറുള്ളൂ. പ്രത്യേകിച്ച് പിറ്റേ ദിവസം നേരത്തെ എണീച്ച് കിച്ചണിൽ കയറേണ്ട ദിവസമാണെങ്കിൽ അറിയാലോ, നേരത്തെ എണീച്ച് കിച്ചണിൽ കയറുന്നവർക്ക് അറിയാം നല്ല ഭംഗി അല്ലെങ്കിൽ വൃത്തിയായിട്ട് കിടക്കുന്ന കിച്ചണിൽ കയറുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമും ഹോളും അതുപോലെ നല്ല വൃത്തിയിൽ കിടക്കുന്ന കിച്ചണൊക്കെ കാണുമ്പോൾ 4 മണിക്ക് എണീച്ചാലും നമുക്ക് നല്ലൊരു എനർജിയാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ എടുത്തു വെക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ നല്ല എനർജിയാണ്. അപ്പോൾ എല്ലാവരും ക്ലീൻ ചെയ്തിട്ട് തന്നെ കിടക്കാൻ നോക്കുക, പ്രത്യേകിച്ച് സ്കൂളിലെ ദിവസങ്ങളാണെങ്കിൽ. അപ്പോൾ നാളേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ്. ജഗ്ഗിൽ വെള്ളം നിറക്കണം, അതുപോലെ ബോട്ടിലൊക്കെ നിറച്ച് വെക്കണം, പിന്നെ കുറച്ച് ചിക്കൻ മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. നാളെ ജസ്റ്റ് പൊരിക്കുക ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കിച്ചണത്തെ കാലവും നാളേക്കുള്ള കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ടേബിളിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ച കുറച്ച് കച്ചറ ഉണ്ടായിരുന്നു, അതും ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പോസിറ്റീവ് എനർജി വേണ്ടേ, ഫുൾ ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ ഇസ്രാൻ്റെ ബാഗും ഒന്ന് റെഡിയാക്കുന്നുണ്ട്. നല്ല 2 ഷാർപ്പ് ചെയ്ത പെൻസിലും ഒരു ഇറേസറും മാത്രമാണ് സ്കൂളിൽ വെക്കുന്നുള്ളൂ, ഷാർപ്പനറൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ ബോക്സും ബുക്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അത് ബാഗും കറക്റ്റ് കയ്യെത്തും ദൂരത്ത് തന്നെ വെച്ചിട്ടാണ് കിടക്കുക. അതിലുള്ള ID കാർഡും ഒക്കെ കറക്റ്റ് നോക്കൂട്ടാം. പിന്നെ ലാസ്റ്റ് ഒരു പണി എന്ന് പറയുകയാണെങ്കിൽ അയൺ ചെയ്യലാണ്. സാധാരണ ഞാൻ അയൺ ചെയ്തിരുന്നത് ലൈക്കാൻ്റെ ഡ്രസ്സൊക്കെ ഒരു ഷർട്ടൊക്കെ 1 വീക്ക് അയൺ ചെയ്ത് വെക്കും. ഇപ്പോൾ വെള്ളിയാഴ്ച തൊട്ടും അങ്ങനെ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച സുഖമായിട്ട് എടുത്ത് പോവാം. പക്ഷെ അങ്ങനെ അയൺ ചെയ്ത് വെക്കും തോറും എനിക്ക് തോന്നുന്ന ഡ്രസ്സ് പിന്നെ ഇങ്ങനെ ചുളുങ്ങി വരികയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് പോകുമ്പോൾ നമുക്കൊരു വൃത്തി തോന്നില്ല. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് പെന്നും തലേ ദിവസം ഇങ്ങനെ അയൺ ചെയ്ത് വെക്കലാണ്. അപ്പോൾ ആദ്യം ഇസ്രാൻ്റെ എല്ലാതും അയൺ ചെയ്ത് അതിലുള്ള സോക്സും ഇന്നർ വെയേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് മാറ്റി വെച്ചിട്ട് ലൈക്കാൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് വൃത്തി തോന്നുന്നത്. മീൻസ് അയൺ ചെയ്തിട്ട് ഹാങ് ചെയ്തിടുമ്പോൾ അത് പിന്നെയും ചുളുങ്ങുന്ന പോലെ തോന്നും. അപ്പോൾ തലേ ദിവസമാണ് ഇപ്പോൾ അയൺ ചെയ്ത് വെക്കൽ. പിന്നെ ഇസ്രായുടെ ഹെയർ ആക്സസറീസും എല്ലാതും ഇങ്ങനെ കയ്യെത്തും ദൂരത്തെന്ന് പറയില്ലേ, അതുപോലെ എടുത്ത് വെക്കും ഞാൻ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം തലയിൽ പാടുള്ളൂ. നമ്മുടെ നാട്ടിലത്തെ പോലെ കളർഫുൾ ആക്കിയിട്ട് വിടാനൊന്നും പറ്റില്ല. ഇപ്പോൾ സമയം കണ്ടില്ലേ, ഇനി ഒന്ന് ഫ്രഷ് ആവുക, നിസ്കരിക്കുക, സുഖമായി കിടന്ന് ഉറങ്ങുക, എത്ര ഉള്ളൂ. അപ്പോൾ താത്താക്കൊക്കെ ഒന്ന് വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. പിന്നെ ഞാൻ താമസിക്കുന്നിടത്ത് 3 മോളും എടുത്തെടുത്തുണ്ട്, സഫാരി, ലുലു, നെസ്റ്റോ. അപ്പോൾ 3ൻ്റെയും ഓഫേഴ്സുള്ള ബുക്സ് വരും. അപ്പോൾ അതൊക്കെ നോക്കും, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ പോയി മേടിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു വർക്കിംഗ് ഡേയിലുള്ള തലേ ദിവസത്തെ റൂട്ടീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരി, ഇതുപോലത്തെ വീഡിയോസായിട്ട് പിന്നെ വരാം.